വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് ഹോട്ട് ടോപ്പിക്സാ പഠിക്കണേ. ഒന്ന് കേരളത്തിന്റെ റിനൈസൻസുമായി ബന്ധപ്പെട്ടത്, ഒന്ന് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, പിന്നെ ഒന്ന് അഗ്രികൾച്ചറിനോ അല്ലെങ്കിൽ ജനറൽ ജി കെ എന്നൊക്കെ പറയാം. നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക് സ്ഥിരമായി ചോദിക്കുന്ന മൂന്ന് ഭാഗങ്ങളാണ്. അതിൽ ആദ്യത്തേത് നമ്മൾ പഠിക്കുന്നത് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എടുത്തു കണ്ടാലും കേരളത്തിന്റെ ഭൂപ്രകൃതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം കാണാം. അപ്പൊ നമുക്കറിയാം കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്നാം മലനാട്, അടുത്തത് ഇടനാട്, അടുത്തത് തീരപ്രദേശം. ഈ മലനാട് എത്ര പൊക്കത്തിലാണ്, അല്ലെങ്കിൽ ഇടനാട്ടിൽ എന്തൊക്കെ കാണപ്പെടുന്നു, എന്തൊക്കെ കൃഷി ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അത് മൂന്നൊന്ന് പഠിച്ചാലോ. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായി തിരിക്കുന്നു. അത് മനസ്സിലായല്ലോ. ഈ മലനാടിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. മലനാടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണേ. അതായത് മലനാട്ടില് എന്താണ് കാണപ്പെടുന്നത്? പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂവിഭാഗമാണ്. അത് മനസ്സിലാക്കുക. അപ്പൊ ധാരാളം പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂവിഭാഗമാണ് മലനാട്. ഇനി മലനാട് കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ, കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. ആ കേരളത്തിന്റെ വിസ്തീർണത്തിന്റെ 48% കാണപ്പെടുന്നത് മലനാടാണ്. അപ്പൊ മലനാട്ടിൽ പർവ്വതങ്ങൾ കാണപ്പെടുന്നു. കേരളത്തിന്റെ വിസ്തീർണത്തിന്റെ 48% കാണപ്പെടുന്നു. മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്റർ ആണ്. അത് ശരാശരി ഉയരമാണ്. എന്താണ് ശരാശരി? അപ്പൊ ഇതൊന്നും ഓർക്കണം കേട്ടോ. 38,863 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കേരളത്തിന്റെ 48% എന്താണ്? മലനാടാണ്. പർവ്വതങ്ങളാണ് കൂടുതൽ. അതിന്റെ ശരാശരി ഉയരം 900 മീറ്റർ ആണ്. ഇനി അടുത്തത് സമുദ്രനിരപ്പിൽ നിന്ന് ചോദിക്കാറുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? മലനാട് എന്ന് വിളിക്കുന്നു. അപ്പൊ മലനാട് ഏത് കാറ്റഗറിയിൽ പെടും? സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുണ്ടെങ്കിൽ അത് ഏതാണ്? മലനാടാണ് എന്ന് മനസ്സിലാക്കുക. കേരളത്തിന്റെ നദികൾ എല്ലാം തന്നെ നദികളുടെ എന്താണ്? നദികളുടെ ഉത്ഭവസ്ഥാനം. കേരളത്തിലെ നദികളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലനാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ക്ലിയർ ആയില്ലോ? അതുപോലെ തന്നെ കേരളത്തിന്റെ ഏത് ഭാഗത്താണ്? കിഴക്ക് ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? മലനാട് കാണപ്പെടുന്നത്. ഇനി അടുത്തത് ഈ നമ്മുടെ മലനാടിന്റെ ഭാഗം ആയിട്ട് പർവ്വതങ്ങളാണ്. അപ്പൊ മലനാടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മുടെ പശ്ചിമഘട്ടം കേട്ടോ. അപ്പൊ പശ്ചിമഘട്ടം കേരളത്തിലെ മലനാടിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പശ്ചിമഘട്ടം തമിഴ്നാട് മുതൽ ഗുജറാത്ത് വരെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. തമിഴ്നാട് മുതൽ ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് ആനമുടി എന്നാണ്. ആനമുടി 2695 മീറ്റർ ആണ്. എന്ത്? ആനമുടിയുടെ ഉയരം. അപ്പൊ പശ്ചിമഘട്ടത്തിലെ മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയും ഏതന്നെയാണ്? നമ്മള് കേരളത്തിലെ വലുത്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയത് എന്നൊക്കെ പറയുമ്പോൾ ആനമുടി പറയും. ഇനി അടുത്തതോ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ മൂന്നാർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ, മൂന്നാർ പഞ്ചായത്തിൽ ദേവികുളം എന്ന് പറയുന്ന താലൂക്കിലാണ്. ഇടുക്കി ജില്ലയിൽ മൂന്നാർ പഞ്ചായത്തിൽ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നതാണ് അഗസ്ത്യാർകൂടം എന്ന് പറയുന്ന പർവ്വതനിര. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്താണ് അഗസ്ത്യാർകൂടം. യുനെസ്കോന്റെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടം ഏത് കാറ്റഗറിയിൽ പെടുന്നു? നമ്മളോട് പരീക്ഷയ്ക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാം. ബയോസ്ഫിയർ റിസർവ് ആണോ, നാഷണൽ പാർക്കാണോ, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പലതും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബയോസ്ഫിയർ റിസർവ് ആണ്. ഇന്ത്യയിലെ തന്നെ 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ്. ഇത് പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ്. ഏത്? അഗസ്ത്യാർകൂടം.
അഗസ്ത്യാർകൂടം. അപ്പൊ അഗസ്ത്യാർകൂടം എവിടെയാണ്? പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് മലനാട് ഭാഗത്ത് കാണപ്പെടുന്നതാണ് അഗസ്ത്യാർകൂടം. ഇനി സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യമലയുടെ ഉയരം 1868 മീറ്ററോളം എന്തിന് ഉയരണ്ട്? അഗസ്ത്യമലയ്ക്ക് ഉയരണ്ട്. അഗസ്ത്യമല തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് എന്ന താലൂക്കിലാണ് എന്ത് കാണപ്പെടുന്നത്? അഗസ്ത്യമല കാണപ്പെടുന്നത് കേട്ടോ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത് ഈ കാറ്റഗറിയിൽ, മലനാട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി മലനാട് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ചോദിക്കാറുള്ളത് ഇടനാടിനെ കുറിച്ചാണ്. ഇടനാടിനെ കുറിച്ച് പറയുമ്പോൾ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്നതാണ് ഇടനാട്. ഇടനാട്ടിൽ എന്തൊക്കെയുള്ളത്? ഇടനാട്ടിൽ ചെറിയ കുന്ന്, നേരത്തെ പർവ്വത പ്രദേശ പറഞ്ഞ ചെറിയ കുന്ന്, എടുത്തു പറയണം ചെറുത്, ചെറിയ കുന്ന്, താഴ്വരകൾ. വലുത് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ തെറ്റായിട്ടുണ്ട് കേട്ടോ, നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ചെറിയ കുന്ന, താഴ്വരകളും ചെറിയ കുന്നുകളും ധാരാളം കാണപ്പെടുന്നു. 7.5 മീറ്റർ മുതൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഭൂപ്രദേശമാണ്. കേരളത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 42% ഏതാണ്? ഇടനാടാണ്. അപ്പൊ നേരത്തെ 48 പറഞ്ഞു, ഇവിടെ 42 പറയുന്നത്. വടക്കൻ കേരളത്തിലെ ഇടനാടുകളില് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒരു തരം കുന്നുകളെ നമ്മൾ ലാറ്ററൈറ്റ് കുന്നുകൾ എന്ന് വിളിക്കുന്നു. ആ ലാറ്ററൈറ്റ് കുന്നുകൾ എന്ന് വിളിക്കാനുള്ള കാരണമുണ്ട്. ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ ലാറ്ററൈറ്റ് മണ്ണാണ്. ഏത് മണ്ണാണ് കാണപ്പെടുന്നത്? ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് മണ്ണാണ് കാണപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് ഒരു കാര്യം ടീച്ചർ ഇവിടെ വിട്ടുപോയി, ഇത് പറഞ്ഞപ്പോഴാണ് ടീച്ചർ ഓർക്കണേ. അതായത് മലനാട്ടിൽ എന്തൊക്കെയാ കൃഷി ചെയ്യുക? തേയില അല്ലെ, തേയില, അതുപോലെ തന്നെ കാപ്പി, അതുപോലെ തന്നെ റബ്ബർ, അതുപോലെ തന്നെ ഏലം എന്നിവയൊക്കെ എവിടെ കൃഷി ചെയ്യും? മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്നു. അപ്പൊ മലനാട് പ്രദേശത്ത് പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് തേയില, കാപ്പി, റബ്ബർ, ഏലം തുടങ്ങിയവ. ക്ലിയർ ആയില്ലോ? ഇനി അടുത്തത് നമ്മള് ഇടനാട്ടിലേക്ക് വരികയാണ്. ഇടനാട് പ്രദേശത്ത് ഇനി എന്താണ് കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കണം ഇടനാട് കൃഷി ചെയ്യുന്ന കാര്യങ്ങള്. റബ്ബർ കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്, കുരുമുളക്. പിന്നെന്താണ്? കശുവണ്ടി, റബ്ബർ, കുരുമുളക്, കശുവണ്ടി, അടുത്തത് അടയ്ക്ക, അതുപോലെ തന്നെ ഗ്രാമ്പൂ ട്ടാ. പിന്നെ ഏതാണ്? മരച്ചീനി, ഗ്രാമ്പൂ, മരച്ചീനി, നെല്ല്, അതുപോലെ തന്നെ വാഴ. ഇതൊക്കെ ഇവിടെ കാണപ്പെടുന്നു, ഇടനാടിൽ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോ ഇടനാട് നമുക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണു അല്ലെ. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം, 42% ലാറ്ററൈറ്റുകളാണ്. ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നു, ചെറിയ കുന്നുകളും താഴ്വരകളൊക്കെയാണ്. അതുപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ഒരു ലാറ്ററൈറ്റ് കുന്നുണ്ട്. ആ കുന്നിന്റെ പേര് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന് എന്നാണ്. എന്താണ്? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. അപ്പോ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്നിന്റെ പേര് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്. അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം. മലനാടും ഇടനാടും കഴിഞ്ഞാൽ അടുത്ത നമുക്ക് പഠിക്കേണ്ടത് എന്തിനെ കുറിച്ചാണ്? തീരപ്രദേശം എന്ന് പറയുന്ന കാറ്റഗറിയെ കുറിച്ചാണ്. എന്താണ് തീരപ്രദേശത്തിന്റെ പ്രത്യേകത? തീരപ്രദേശവുമായും എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കാറുള്ളത്? ആദ്യം നമ്മൾ തീരപ്രദേശം പഠിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത് 580 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം. ഇപ്പൊ ബുക്കുകളിലൊക്കെ എന്താ കാണുന്നത്? 590 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ. അതായത് 590ലേക്ക് കൂടിയിട്ടുണ്ട് കേരളത്തിന്റെ തീരദേശം. ഏതെങ്കിലും രണ്ടിലൊന്നേ കാണുള്ളൂ കേട്ടോ. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ നമ്മൾ ആദ്യം പറഞ്ഞു 42%, പിന്നെ പറഞ്ഞു 48%, ഇപ്പൊ നമ്മൾ പറയുന്നു 10%. അതായത് തീരപ്രദേശം എത്ര ശതമാനമാണ്? 10 കേട്ടോ. അപ്പൊ 42, 48 കൂടി കൂടുമ്പോ 90. ബാക്കി 100ൽ 10% ഉള്ളൂ. അപ്പൊ 10% തീരപ്രദേശമാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5 ആണ്. 5 ജില്ലകളിൽ കടൽ തീരമില്ല. ഏതൊക്കെയാണ്? ഇടുക്കി, അതുപോലെ തന്നെ പത്തനംതിട്ട, അതുപോലെ തന്നെ ഏതാണ്? പത്തനംതിട്ട കഴിഞ്ഞ കോട്ടയം അല്ലെ, കോട്ടയം, അതുപോലെ തന്നെ വയനാട്, കോട്ടയം, വയനാട്, പാലക്കാട്. ഈ കോട്ടയത്തിനൊരു പ്രത്യേകതയുണ്ട്. കോട്ടയത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കേരളത്തിലെ കരബന്ധിത ജില്ലയാണ് കോട്ടയം ജില്ല. കേരളത്തിൽ കടൽ തീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ കേരളത്തിലെ ഏക ജില്ല എന്ന് പറയുന്നത് ഏതിനെയാണ്?
കോട്ടയം ജില്ലയാണ്. അപ്പോ 5 ജില്ലകളിൽ കടൽ തീരമില്ല എങ്കിൽ കേരളത്തിൽ 9 ജില്ലകളിൽ എന്തുണ്ട്? കടൽ തീരമുണ്ട് അല്ലെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂരാണ്. കടൽ തീരം കൂടുതൽ കണ്ണൂരും അല്ലെ. കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് കൊല്ലം ജില്ലയുമാണ്. കടൽ തീരം കുറവുള്ളത് കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കാണ് ചോദിക്കണേ വെച്ചാൽ ചേർത്തല താലൂക്കാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് കടൽ തീരം ഇല്ലാത്ത ഒരേ ഒരു കോർപ്പറേഷനേ ഉള്ളൂ, അത് തൃശൂർ കോർപ്പറേഷൻ ആണ് കേരളത്തിൽ ട്ടോ. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ കടൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നെല്ലും തെങ്ങുമാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ കാർഷിക വിളകൾ എന്നറിയപ്പെടുന്നത്. ഏതാണ്? നെല്ല്, തെങ്ങ് കേട്ടോ. ഇനി അടുത്തത് എന്താ പറയുന്നത്? കേരളത്തിലെ കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ ബീച്ച് പഠിക്കണം. കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ച്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് അല്ലെങ്കിൽ കേരളത്തിലെ ഡ്രൈവിംഗ് ബീച്ച് എന്നൊക്കെ വിളിക്കുന്നത് മുഴുപ്പിലങ്ങാട് ബീച്ചിനെയാണ്. ഏതാണ്? മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. മുഴുപ്പിലങ്ങാട് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഏത്? കേരളത്തിലെ മുഴുപ്പിലങ്ങാട് ബീച്ച്. അതുകൂടാണ്ട് ചെറായി ബീച്ച് ഉണ്ട് എറണാകുളത്ത് അല്ലെ. പയ്യമ്പലം, അതുപോലെ തന്നെ ധർമ്മടൊക്കെ ഉണ്ട് കണ്ണൂര്. ബേക്കൽ ഉണ്ട് കാസർഗോഡ്. അതുപോലെ തന്നെ വർക്കലയുണ്ട് തിരുവനന്തപുരത്ത്. ചെറായി ബീച്ച് എവിടെയാണ്? മുനമ്പം ബീച്ച് എന്നൊക്കെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് അല്ലെ. ബേപ്പൂര് അല്ലെ, ബേപ്പൂര്, കാപ്പാട് അതൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഇനി അടുത്തത് എന്താ? കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ചോദിക്കുന്നതെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്, കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ചോദിക്കണേ വെച്ചാൽ അതിന്റെ പേര് ആലപ്പുഴയാണ്. കേരളത്തിലെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? അഴീക്കോട്. ഏതാണ്? അഴീക്കോട്. അഴീക്കോടാണ്. അഴീക്കോട് മുനക്കൽ. അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ്. അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ് പൈതൃക ബീച്ച്. അപ്പൊ ഇത്രയാണ് കേരളത്തില് തീരപ്രദേശവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോ ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലെ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണത് എന്താന്ന് പറഞ്ഞു? കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനെയാണ്. അദ്ദേഹത്തിന്റെ പേര് വൈകുണ്ഠ സ്വാമികൾ എന്നാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എത്ര ചോദ്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരാറുള്ളത് അല്ലെ. അതായത് എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് സമത്വ സമാജം അല്ലെ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ വൈകുണ്ഠ സ്വാമികൾ 1809 മാർച്ച് മാസം 12-ാം തീയതി കന്യാകുമാരിക്കടുത്ത് സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. കന്യാകുമാരിയിൽ സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് 1809 മാർച്ച് 12-നാണ് ആര് ജനിക്കണേ? നമ്മുടെ വൈകുണ്ഠസ്വാമി ജനിക്കണേ. ഈ വൈകുണ്ഠസ്വാമിയുടെ കുട്ടിക്കാലത്തെ പേര് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. ഇദ്ദേഹം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു. അപ്പൊ എന്താണ്? മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് അദ്ദേഹം പേര് മാറ്റാണ്. അങ്ങനെ പേര് എന്താക്കി മാറ്റാണ്? മുത്തുക്കുട്ടി എന്ന പേര് സ്വീകരിച്ചു. അപ്പൊ മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നീ പേരുകളിൽ ഒക്കെ അറിയപ്പെട്ടിരുന്നത് ആരാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ്. എന്താണ്? മുടിചൂടും പെരുമാൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അതുപോലെ തന്നെ മുത്തുക്കുട്ടി എന്ന പേരിൽ അറിയപ്പെട്ടു. അതുപോലെ തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സമ്പൂർണദേവൻ. സമ്പൂർണദേവൻ എന്ന പേരിൽ അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവും ആരെന്നെയാണ്? വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. ഇനി അടുത്തത് വൈകുണ്ഠസ്വാമികള് കുറച്ചും കൂടി കാലം കഴിഞ്ഞപ്പോ അദ്ദേഹം എന്താണ് എന്താ പറയാ വൈകുണ്ഠസ്വാമികൾ കുറച്ചുകൂടെ എന്താ പറയാ ധ്യാനവും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു. അങ്ങനെ അദ്ദേഹം ധ്യാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു സ്വാമി റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറിയിലേക്ക് മാറുകയാണ്. ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയ്ക്ക് കൂടാതെ അദ്ദേഹം ഒരു സന്യാസി എന്നുള്ള നിലയ്ക്കും കൂടി മാറുകയാണ്. അങ്ങനെ സന്യാസിയാകുക എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ എത്താൻ വേണ്ടി അദ്ദേഹം ധ്യാനത്തിലിരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ധ്യാനത്തിനായി അദ്ദേഹം തെരഞ്ഞെടുത്ത സ്ഥലത്തെ നമ്മൾ വിളിക്കുന്നത് സ്വാമിത്തോപ്പ് എന്നാണ്. വൈകുണ്ഠസ്വാമി ധ്യാനത്തിനായി തെരഞ്ഞെടുത്തത് ഏതാണ്? സ്വാമിത്തോപ്പ് എന്നാണ്. അദ്ദേഹം എന്താ പറയുക, കേരളത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി
കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം ചോദ്യമാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ. ഇപ്പൊ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. പക്ഷെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ വേല ചെയ്താൽ കൂലി കിട്ടണം. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്? വേല ചെയ്താൽ എന്ത് കിട്ടണം? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറയുന്ന മുദ്രാവാക്യം ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെയാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാളാണ്. അങ്ങനെ സ്വാതി തിരുനാൾ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ശിങ്കാരത്തോപ്പ് എന്ന് പറയുന്ന ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. പക്ഷേ ഈ സ്വാതി തിരുനാളിന്റെ ഗുരുവായിരുന്നു ആര്? തൈക്കാടയ്യ എന്ന് പറയുന്നത്. തൈക്കാടയ്യാണ്. അപ്പൊ ഈ തൈക്കാടയ്യയുടെ, സ്വാതി തിരുനാളിന്റെ ഗുരുവായിരുന്ന തൈക്കാടയ്യയുടെ നിർദ്ദേശപ്രകാരം സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമിയെ ജയിൽ മോചിതനാക്കുകയാണ്. ഈ തൈക്കാടയ്യ ആരാണെന്ന് അറിയാമോ? തൈക്കാടയ്യ വൈകുണ്ഠസ്വാമിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് കേട്ടോ. വൈകുണ്ഠസ്വാമിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. തൈക്കാടയ്യയുടെ ശിഷ്യനായിട്ട് വരും ആര്? നമ്മുടെ സ്വാതി തിരുനാൾ മഹാരാജാവ് കേട്ടോ. ഇനി ശുചീന്ദ്രം ക്ഷേത്രത്തിലൊക്കെ രഥത്തിന്റെ കയർ ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് പിടിക്കാൻ പറ്റുള്ളൂ, രഥമൊക്കെ വലിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം ആ രഥത്തിന്റെ കയറ് തന്റെ സഹപ്രവർത്തകരുമായിട്ട് പരസ്യമായിട്ട് വലിച്ച് ആചാര ലംഘനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. അപ്പോ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ അല്ലെ എന്താണ് കയറിന്റെ രഥത്തിന്റെ കയറൊക്കെ എന്താ പറയാ സഹപ്രവർത്തകരുമായി കൂടിച്ചേർന്ന് വലിച്ച് ആചാര ലംഘനം ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് ഓർക്കാം. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2 കൃതിയാണ്. ഒന്ന് അഖിലത്തിരുട്ട് അമ്മാനെ എന്നത് ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. അടുത്തത് അരുൾ നൂൽ എന്നത് ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. അപ്പൊ അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾ നൂൽ എന്ന് പറയുന്ന 2 കൃതികൾ അദ്ദേഹം രചിച്ചു. ഇനി അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ്, ഇദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം. ഏതാണ്? സമത്വ സമാജം ഇദ്ദേഹം ആരംഭിച്ചത് 1836 എന്നാ 1836 അല്ലെ. ഇനി ഇദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതിയുടെ പേര് അയ്യാവഴി എന്നാണ്. എന്താണ്? അയ്യാവഴി എന്നാണ്. അതുപോലെ തന്നെ എന്താണ് ചിന്താ പദ്ധതിക്ക് പകരം ഇദ്ദേഹം സ്ഥാപിച്ച മതത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? അയ്യാവഴി എന്ന് പറയും. ഇദ്ദേഹത്തിന്റെ ആരാധനാലയത്തിന്റെ പേര് ഇദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയത്തെ നമ്മൾ വിളിക്കുന്നത് നിഴൽ താങ്കൽ എന്നാണ്. എന്താണ്? നിഴൽ താങ്കൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ ആരാധനാലയത്തിന്റെ പേര്. ഈ അയ്യാവഴി എന്ന് പറയുന്ന മതത്തിന് ഒരു ചിഹ്നം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? തീ ജ്വാല വഹിക്കുന്ന താമര. അപ്പൊ തീ ജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴി മതത്തിന്റെ ചിഹ്നം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, സമപന്തി ഭോജനം. എന്താണ്? സമപന്തി ഭോജനം നടത്തിയ ആരാണ്? സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. സമപന്തി ഭോജനം. ഇനി അടുത്തത് ഇദ്ദേഹം ചെയ്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കും അന്നത്തെ കാലത്ത് ഒരു കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കാനുള്ള അവകാശം ഉണ്ടായില്ല. അങ്ങനെ എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കും വേണ്ടി കുടിക്കാനായിട്ട് അദ്ദേഹം നിർമ്മിച്ച കിണറിന്റെ പേരാണ് മുന്തിരി കിണർ എന്ന് പറയും. എന്താണ്? മുന്തിരി കിണർ എന്നാണ് അതിന്റെ പേര്. മുന്തിരി കിണർ, അല്ലെങ്കിൽ ആ കിണറിന് സ്വാമി കിണർ എന്ന വേറൊരു പേരും കൂടി ഉണ്ട്. മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിൽ സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? സ്വാമിത്തോപ്പിലാണ്. ക്ലിയർ ആയില്ലേ? അപ്പോ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നമുക്കറിയാം ഇദ്ദേഹം എന്താ പറയാ സ്വാതി തിരുനാളൊക്കെ ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കണമെങ്കിൽ, ശിങ്കാരത്തോപ്പിൽ അടയ്ക്കണമെങ്കിൽ ഇദ്ദേഹം ആ ഭരണവുമായി, സ്വാതി തിരുനാളിന്റെ ഭരണവുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളായിരിക്കും അല്ലെ. അപ്പോ ശരിക്കും തിരുവിതാംകൂറിന്റെ ഭരണത്തെ, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണത്തെ എന്താണെന്നറിയാമോ ഇദ്ദേഹം വിശേഷിപ്പിച്ചത്? അനന്തപുരിയിലെ നീചന്മാരുടെ ഭരണം. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്നും തിരുവിതാംകൂറിലെ രാജഭരണത്തെ അനന്തപുരിയിലെ നീചഭരണം എന്നും വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീചഭരണം എന്നും വിശേഷിപ്പിച്ചു. അപ്പൊ അനന്തപുരിയിലെ നീചന്മാരുടെ ഭരണം അല്ലെങ്കിൽ കരി നീചഭരണം. എന്താണ് കരി നീചഭരണം
എന്ന് എന്തിനെ വിളിച്ചു? നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണത്തെ വിളിച്ചു. വെണ്ണീജ ഭരണം എന്ന ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വിശേഷിപ്പിച്ചു. ഒക്കെ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഇദ്ദേഹം 1851 ജൂൺ മാസം 3-ാം തീയതി അദ്ദേഹത്തിന്റെ മരണം. എന്നാണ് അദ്ദേഹം മരണമടഞ്ഞത്? 1851 ജൂൺ മാസം 3-ാം തീയതിയാണ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പലപ്പോഴും വിപ്ലവങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുന്നത് ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മളോട് ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കറിയാം. ഒന്ന്, നീലവിപ്ലവം. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മക്കളെ? നീലവിപ്ലവം മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട നീലവിപ്ലവം. രജത വിപ്ലവം മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ട് എന്താണ്? രജത വിപ്ലവം. ഹരിത വിപ്ലവം എന്താണ്? കാർഷിക ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഹരിത വിപ്ലവം. ധവള വിപ്ലവം എന്താണ്? ധവള വിപ്ലവം പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് എന്താണ്? ധവള വിപ്ലവം. പാൽ ഉൽപാദനം, ധവള വിപ്ലവം. അടുത്ത ചോദിച്ചിട്ടുണ്ട് ഗ്രേ വിപ്ലവം. എന്താണ് ഗ്രേ വിപ്ലവം? വളം ഉൽപാദനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഗ്രേ വിപ്ലവം. വളം വളമാണ് എന്ത്? നമ്മുടെ ഗ്രേ വിപ്ലവം എന്ന് പറയുന്നത്. ഇനി ഗോൾഡൻ ഫൈബർ അല്ലെങ്കിൽ സ്വർണ്ണ ഫൈബർ വിപ്ലവം എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു? ചണം ഉൽപാദനം. എന്താണ്? ചണം. എന്നാൽ സ്വർണ്ണ വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണം, അതായത് പഴം, അതുപോലെ തന്നെ പച്ചക്കറി, അതൊക്കെ നമ്മൾ എന്താ പറയാ? സ്വർണ്ണ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളോട് പറയാ. ഇനി ബ്രൗൺ വിപ്ലവം തുകൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്തത് സിൽവർ ഫൈബർ ആണെങ്കിലോ? സിൽവർ ഫൈബർ പരുത്തി ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. സിൽവർ ഫൈബർ വിപ്ലവം എന്താണ്? പരുത്തി ഉൽപാദനം. ഇനി ചുവപ്പ് വിപ്ലവം എന്നാ ചോദിക്കണേച്ചാ ചുവന്ന കളറിലാണ് നമ്മുടെ തക്കാളിയൊക്കെ അല്ലെ? തക്കാളി, അതുപോലെ തന്നെ മാംസം. അപ്പൊ തക്കാളി, മാംസം എന്നീ ഉൽപാദനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്ത്? ഈ ചുവന്ന വിപ്ലവം. ഇനി അടുത്ത നിങ്ങൾ പഠിക്കേണ്ടത് എന്താ വെച്ചാ മഞ്ഞ വിപ്ലവം. അതായത് എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് മഞ്ഞ വിപ്ലവം. ഇനി മൊത്തത്തിലെ കാർഷിക മേഖലയിലെ മൊത്തം ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, കാർഷിക മേഖലയിലെ മൊത്തം പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട വിപ്ലവത്തിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം മഴവിൽ വിപ്ലവം എന്നാണ്. എന്താണ്? മഴവിൽ വിപ്ലവം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ. 3 ടോപ്പിക്കുകളാണ് പഠിച്ചത്. ഭംഗിയായിട്ട് പഠിച്ചു നോക്കിയാട്ടോ. നമ്മൾ ധൈര്യമായിട്ട് ഇരുന്നോളോ. 60 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഹോട്ട് ടോപ്പിക്സ് പഠിച്ചു തീരുന്നതിന്റെ ഒപ്പം സിലബസ് തന്നെ ഏകദേശം നിങ്ങളുടെ കംപ്ലീറ്റ് ആവും. ഇതുവരെ പഠിക്കാണ്ട് ആദ്യമായിട്ട് ഈ ടോപ്പിക്സ് കവർ ചെയ്യുന്ന കുട്ടികൾക്ക് തന്നെ നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റുന്ന ടീച്ചറുടെ ഷുവറാണ്. അത് നിങ്ങൾ ഉറപ്പായിട്ടും ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിച്ച് ഫോളോ ചെയ്യണം കേട്ടോ.